സ്കൂളിൻ്റെ 22ാമത് വാർഷികാഘോഷ പരിപാടികളാണ് ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ ഈ സ്കൂൾ അങ്കണത്തിൽ നടക്കുന്നത്. ഔദ്യോഗികമായ പബ്ലിക് മീറ്റിങ്ങും അനുബന്ധ പ്രോഗ്രാമുകളും ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽ ക്രമീകരിച്ചിരിക്കുന്നു. എന്നാൽ ഓക്സ്ഫോർഡ് സ്കൂളിൻ്റെ മുൻകാല ഇത്തരത്തിലെ പ്രോഗ്രാമുകളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മളുടെ ഒരു രീതി സ്കൂളിലെ പരമാവധി കുട്ടികൾക്ക് ഒരു വലിയ ഓഡിയൻസിൻ്റെ മുമ്പിൽ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാനുള്ള അവസരം നൽകുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് LKG UKG കുട്ടികൾക്ക് പ്രത്യേക കലാമേളയും 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികളുടെ കലാപരിപാടികൾ പ്രത്യേകവും ശേഷമുള്ളത് മറ്റ് ക്രമീകരണങ്ങളോടുകൂടി നമ്മൾ നടത്തി വരുന്നു. ഈ വർഷത്തെ LKG UKG കുട്ടികളുടെ പ്രോഗ്രാമുകൾ ചില സാങ്കേതിക കാരണങ്ങളാൽ നമ്മുടെ ഈ പ്രോഗ്രാമിനോടനുബന്ധിച്ച് ഇന്നലെ നടക്കേണ്ടതാണ്. അത് 25-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇന്ന് രാവിലെ അല്പസമയത്തിന് ശേഷം ആരംഭിക്കുന്നത് ക്ലാസ്സുകൾ 1 മുതൽ 4 വരെയുള്ള കുട്ടികളുടെ കലാപരിപാടികളാണ്. ഏതാണ്ട് ഈ ക്ലാസ്സുകളിൽ നിന്നായി 400-ൽ കൂടുതൽ കുട്ടികൾ വിവിധ കലാപ്രകടനങ്ങളുമായി ഈ വേദിയിൽ അല്പസമയത്തിനകം വരും. അവരുടെ രക്ഷിതാക്കളാണ് ഇവിടെ വളരെ സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടെ അത് കണ്ട് ആസ്വദിക്കാൻ, കുട്ടികൾക്ക് പിന്തുണ നൽകാനും പ്രോത്സാഹനം നൽകാനും എത്തിയിരിക്കുന്നുവെന്ന് നന്നായി അറിയാം. ഉച്ചയ്ക്ക് ശേഷമുള്ള പ്രോഗ്രാമിൽ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാകണമെന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ അഭ്യർത്ഥിക്കുകയാണ്. എങ്കിലും ചില അസൗകര്യങ്ങൾ കൊണ്ട് രാവിലത്തെ പ്രോഗ്രാമുകൾ കഴിഞ്ഞ് മടങ്ങി പോകുന്നവർക്ക് വേണ്ടി സ്കൂളിൻ്റെ 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികൾ നമുക്ക് ആസ്വദിക്കാം. 2003 മെയ് മാസം 23-ാം തീയതിയാണ് ഓക്സ്ഫോർഡ് സ്കൂൾ കരവാളൂരിൽ ആരംഭിച്ചത്. അന്ന് 147 കുട്ടികളും 7 അധ്യാപകരും 4 അനധ്യാപകരുമാണ് ഈ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നത്. തുടർന്ന് ഇങ്ങോട്ട് 22 വർഷവും പൂർത്തിയായി. 22ാമത്തെ അക്കാദമിക വർഷം ആരംഭിക്കുന്നത് ജൂൺ മാസത്തിൽ 2024. 1425 കുട്ടികളും 62 അധ്യാപകരും 44 അനധ്യാപകരുമാണ് ഇപ്പോൾ ഈ സ്ഥാപനത്തിൽ ഉള്ളത്. നമ്മുടെ ഈ കരവാളൂർ പ്രദേശത്തെ സംബന്ധിച്ച് പ്രാദേശികമായിട്ടും ഇതിന്റെ ചുറ്റുപാടുമുള്ള മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകളിലെ കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. ഈ പ്രദേശത്തിന്റെ തന്നെ വിദ്യാഭ്യാസ പുരോഗതിക്ക് ഒരു വലിയ മുതൽക്കൂട്ടാകുവാൻ നമ്മുടെ പ്രസ്ഥാനത്തിന് ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിനോട് ചേർന്ന് നിന്ന് ഇവിടെ കുട്ടികളെ അയച്ച് വിദ്യാഭ്യാസം നേടിയെടുക്കാൻ കഴിഞ്ഞ കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും അതിയായ സന്തോഷവും അക്കാര്യത്തിലുണ്ട് എന്ന് മുൻകാല അനുഭവങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് വ്യക്തമാണ്. ഇവിടെ നിന്നും പഠിച്ചിറങ്ങിപ്പോയ കുട്ടികൾ, അവരുടെ രക്ഷിതാക്കളും മറ്റു ബന്ധുക്കളും ഞങ്ങൾക്ക് തരുന്ന നിസ്തുല്യമായ സഹകരണവും പിന്തുണയും കുറച്ചുകൂടി ഭംഗിയായി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ മാനേജ്മെന്റിനെ പ്രോത്സാഹനം നൽകുന്നു. അതിന്റെ ഫലമായി നമ്മുടെ സമീപത്ത് തന്നെയുള്ള കൊട്ടാരക്കരയിൽ ഇതേ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിലും ഉടമസ്ഥതയിലും കാർമൽ റെസിഡൻഷ്യൽ എന്നൊരു സ്കൂളും കഴിഞ്ഞ 10-20 വർഷമായി പ്രവർത്തിച്ചു വരുന്നു. ഈ അടുത്ത സമയത്തായി 3 വർഷങ്ങൾക്ക് മുൻപ് കുളത്തൂപ്പുഴയിലും ഓക്സ്ഫോർഡ് സ്കൂൾ എന്ന അതേ പേരിൽ തന്നെ ഇതേ മാനേജ്മെന്റ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കുകയുണ്ടായി. അവിടെ ഇപ്പോൾ 300ഓളം കുട്ടികളും ക്ലാസ് 5 വരെയുമായി മുന്നോട്ട് പോകുന്നു. ആ സ്കൂളിന്റെ 3ാമത് വാർഷികം ഫെബ്രുവരി മാസം 20-ാം തീയതിയോടുകൂടി നടക്കുകയാണ്. 14 +2 ബാച്ച് വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങി പുറത്തു പോയിട്ടുണ്ട്. 16 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ, ബാച്ച് വിദ്യാർത്ഥികളും ഇവിടെ നിന്ന് പഠിച്ച് പുറത്തു പോയിട്ടുണ്ട്. ഈ പുറത്തേക്ക് പോയ കുട്ടികളുടെ തുടർന്നുള്ള വിദ്യാഭ്യാസവും അവരുടെ ജീവിതത്തിൽ അവർക്കുണ്ടായ നേട്ടവും അവരെത്തിച്ചേർന്ന തൊഴിൽ മേഖലകളുമെല്ലാം വളരെയേറെ നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. അതായത്
കേരളത്തിന്റെ വിദ്യാഭ്യാസ പശ്ചാത്തലത്തിൽ നിന്ന് ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്ക് നമ്മുടെ ഓക്സ്ഫോർഡിൽ കലാലയത്തിൽ നിന്നും ഇറങ്ങിപ്പോയ കുട്ടികൾക്ക് അഭിവൃദ്ധിയും മറ്റു നേട്ടങ്ങളും വിദ്യാഭ്യാസപരമായും ജീവിത സാഹചര്യപരമായും ഉണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങളുടെ അനുഭവമാണ്. 2024-25 അക്കാദമിക വർഷത്തിന്റെ പ്രത്യേകത ഏറെ സവിശേഷത. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ധാരാളം നേട്ടങ്ങൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് കൈവന്ന വർഷം കൂടിയാണ്. അതായത് 12ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ഏറ്റവും ടോപ്പ് മാർക്ക് 97% പാസ്സായി എന്ന് മാത്രമല്ല, ഫിസിക്സ് പോലെയുള്ള വിഷയങ്ങൾക്ക് 100-ൽ 100 മാർക്ക് വാങ്ങി പാസ്സായ ഒരു വർഷം കൂടിയാണ്. അഫ്സൽ എസ് എന്ന വിദ്യാർത്ഥി സ്കൂളിന്റെ ചരിത്രത്തിലെ 2ാമത്തെ വിദ്യാർത്ഥി, അതായത് നാഷണൽ ഡിഫൻസ് അക്കാദമിയുടെ പ്രവേശന പരീക്ഷ പാസ്സാകുന്ന ഈ സ്കൂളിലെ 2ാമത്തെ വിദ്യാർത്ഥി കൂടിയാണ്. അതായത് കേരളത്തിൽ നിന്ന് അത് പരീക്ഷ പാസ്സാകുന്നവരുടെ എണ്ണം 100-ൽ താഴെയാണ് എന്ന് ഓർക്കുക. ഇതിനു മുമ്പ് കശ്യപ് റാവ് എന്ന കുട്ടിയാണ് അതിന്റെ പ്രവേശന പരീക്ഷ പാസ്സായി ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിൽ കമ്മീഷൻഡ് ഓഫീസറായി ജോലി ചെയ്യുന്നത്. അതിനുശേഷമുള്ള 2ാമത്തെ കുട്ടിയാണ് അഫ്സൽ എസ്. ഇവിടുന്ന് ഇപ്പോൾ പാസ് ഔട്ടായ +2 വിദ്യാർത്ഥിയാണ്. അതുപോലെ തന്നെ ഈ 2024-25 നമ്മുടെ സ്പോർട്സ് രംഗത്ത് ഓക്സ്ഫോർഡ് സ്കൂളിന് വളരെയേറെ മികവുണ്ടായ ഒരു വർഷം. ബാസ്കറ്റ് ബോളിൽ കേരളത്തിലെ CBSE സ്കൂളുകളുടെ മത്സരങ്ങളിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിലും പെൺകുട്ടികളുടെ വിഭാഗത്തിലും ചാമ്പ്യന്മാരാകാൻ ഈ ഓക്സ്ഫോർഡ് സ്കൂളിന് കഴിഞ്ഞു. അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ CBSE സ്കൂളുകളിലും ബാസ്കറ്റ് ബോളുമായി ബന്ധപ്പെട്ടും സ്പോർട്സുമായി ബന്ധപ്പെട്ടും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിദ്യാലയത്തിന്റെ പേരാണ് ഓക്സ്ഫോർഡ് സെൻട്രൽ സ്കൂൾ കരവാളൂർ. ഇന്ന് ഈ സ്കൂളിൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നിന്നുള്ള കുട്ടികൾ വരെ ബാസ്കറ്റ് ബോളിൽ പരിശീലനം നേടുന്നതിന് വേണ്ടി നമ്മുടെ അടുത്ത് താമസമാക്കി സ്കൂൾ നൽകിയ പരിമിതമായ ഹോസ്റ്റൽ സൗകര്യം ഉപയോഗിച്ച് ഇവിടെ പഠിച്ചു വരുന്നു. ഇവിടെ പഠിച്ചുകൊണ്ട് 9ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബ്രിസ ബിനു 2024-ലും 25-ലും ഇന്ത്യൻ ടീമിൽ അംഗമായി ഷാർജയിൽ നടന്ന അന്താരാഷ്ട്ര യൂത്ത് ബാസ്കറ്റ് ബോളിൽ കളിക്കുകയുണ്ടായി. നിങ്ങൾ ഇതെല്ലാം ഇവിടുന്ന് വരുന്ന മെസ്സേജിലൂടെ അറിയുന്നുണ്ട് എന്നറിയാം. എങ്കിലും വാർഷികവുമായി ബന്ധപ്പെട്ട് അക്കാദമിക് ഇയറിന്റെ മികവ് പറയുമ്പോൾ എടുത്തു പറയുന്ന ഇതുവരെ ഇല്ലാത്ത നേട്ടങ്ങളിൽ ചിലത് മാത്രം പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ സ്കൂളിലെ ആദിത് കൃഷ്ണ, അഭിജിത് കൃഷ്ണ എന്ന 2 കുട്ടികൾ സിംഗപ്പൂരിൽ നടന്ന കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് 3ാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്ത വർഷമാണ് ഈ 2024-25. അതുപോലെ തന്നെ മഹി മോഹൻ എന്ന കുട്ടി ബീഹാറിലെ ബോധ് ഗയയിൽ നടന്ന ഷൂട്ടിംഗ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് കേരള ടീമിൽ അംഗമായി പങ്കെടുത്ത് സമ്മാനം നേടിയ വർഷം കൂടിയാണ് ഈ 2024-25. ഇതിന് കൂടാതെ ഒട്ടനവധി നേട്ടങ്ങൾ മുൻ വർഷങ്ങളിലെ പോലെയും അതിനേക്കാൾ കൂടുതലും കൈവരിച്ച വർഷമാണ് ഈ 2024-2025. ഇപ്പോൾ 127 കുട്ടികൾ 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലുമായി ഫെബ്രുവരി 20 മുതൽ ആരംഭിക്കുന്ന മാർച്ച് മാസം വരെ നീണ്ടു നിൽക്കുന്ന CBSE എക്സാമിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാ രക്ഷിതാക്കളുടെയും എല്ലാ കുഞ്ഞുങ്ങളുടെയും സ്കൂളിനെ സ്നേഹിക്കുന്ന അഭ്യുദയകാംക്ഷികളായുള്ളവരുടെയും പിന്തുണയും പ്രാർത്ഥനയും അവരുടെ വിജയത്തിന് വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പൊതു മീറ്റിംഗിലും തുടർന്നുള്ള കലാപരിപാടിയിലും സ്കൂൾ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി എല്ലാ രക്ഷിതാക്കളും പങ്കെടുക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ കലാപരിപാടികൾ ആരംഭിക്കുന്നു. അതിൽ ആസ്വദിക്കാനും പിന്തുണ നൽകാനും എല്ലാവരോടുമായി ഞാൻ വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.